മണിപ്പൂരിൽ ബീരേൻ സിംഗിന്റെ രാജിക്കു പിന്നാലെ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യത ഏറിക്കഴിഞ്ഞു. പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ BJP MLA-മാർക്കിടയിൽ സമവായം എത്താനായില്ല എങ്കിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നമുക്കറിയാം, ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ച് ഒരു സംസ്ഥാന ഭരണം രാഷ്ട്രപതി ഏറ്റെടുക്കുന്നതിനെയാണ് രാഷ്ട്രപതി ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വേണ്ട രീതിയിൽ നിർവഹിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കഴിയാതെ വരുമ്പോൾ, അവിടെ പരാജയപ്പെടുമ്പോൾ ആ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതി ഉപയോഗിക്കുന്ന അധികാരമാണ് ഈ പറയുന്ന രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത്. അതാണ് മണിപ്പൂരിൽ ഇനി നടക്കാൻ പോകുന്നത്. ബീരേൻ സിംഗിന്റെ രാജി കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും പ്രത്യേക ഭരണ സംവിധാനം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കുക്കി വിഭാഗം സംഘടന അറിയിച്ചതോടെ കലാപം കെട്ടടങ്ങാൻ പുതിയൊരു സർക്കാർ എന്ന തീരുമാനത്തിലേക്ക് BJPയും സമ്മതിക്കുകയാണ്. അതോടെ 3 മാസത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനും മണിപ്പൂർ സന്നദ്ധമാകേണ്ടി വരും എന്നുറപ്പായി കഴിഞ്ഞു. ഭരണം പോകും എന്നുറപ്പായ ഒരു സാഹചര്യത്തിൽ വേറെ വഴിയില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനം ബീരേൻ സിംഗ് രാജിവെച്ചുവെങ്കിലും ഇനി എന്ത് എന്നതിൽ BJP ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. ഇന്നലെ BJP MLA-മാരുടെ യോഗം മണിപ്പൂരിൽ ചേർന്നുവെങ്കിലും അടുത്തൊരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് യാതൊരുവിധ അഭിപ്രായ സമന്വയത്തിലേക്കും അവർ എത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും പാർട്ടി MLA-മാരുടെ യോഗം ചേരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ബീരേൻ സിംഗിന്റെ പിൻഗാമിയെ ചൊല്ലി വലിയ ചേരിപ്പോര് MLA-മാർക്കിടയിൽ തന്നെ ഉണ്ട്. സമുദായങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലാണ് മണിപ്പൂരിൽ ഇത്രയുമധികം പ്രതിസന്ധി ഉള്ളത് എന്നുള്ളത് കൊണ്ട് 2 സമുദായക്കാർക്കും പൊതുസമ്മതനായ ഒരാളെ കിട്ടുക BJPക്ക് ബുദ്ധിമുട്ടാണ്. സ്പീക്കർ TS സിംഗിനെ പിന്തുണയ്ക്കുന്ന ഒരു പക്ഷവും ബീരേൻ സിംഗ് അനുകൂലികൾ മറുവശത്തുമായിട്ടാണ് ഇപ്പോൾ ചരടുവലി നടക്കുന്നത്. വിശ്വജിത് സിംഗ് ആണ് ബീരേൻ ക്യാമ്പിലെ പ്രധാനിയായിട്ടുള്ളത്. എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ ശാരദാദേവിയുടെ നിലപാടും അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നിർണായകമാണ്. സഖ്യകക്ഷികളുടെയും BJPയുടെയും പാർട്ടിക്കുള്ളിലെ തന്നെ 10 കുക്കി MLA-മാരുടെയും പിന്തുണ ഉറപ്പായാൽ മാത്രമേ ഇനി BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിന് സാധിക്കാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അത് സാധ്യമാകാതെ ഇനി മറ്റൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ BJP പരാജയപ്പെടാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് രാഷ്ട്രപതി ഭരണം എന്ന അവസാന പ്രതിവിധിയിലേക്ക് തന്നെ കടക്കാൻ BJP തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. BJP നേതൃത്വമല്ല, സാക്ഷാൽ നരേന്ദ്രമോദി പറഞ്ഞാലും MLA-മാർ അനുസരിക്കാൻ സാധ്യതയില്ല മണിപ്പൂരിൽ. കാരണം MLA-മാർ അതനുസരിച്ചാൽ അവരുടെ നാട്ടിൽ പോകുക പോലും അവർക്ക് ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് അപകടം ഭയന്ന MLA-മാർ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി BJPക്ക് മണിപ്പൂർ തിരിച്ചു പിടിക്കാൻ കഴിയുക അസാധ്യമാണ്. എല്ലാ വഴികളും നോക്കി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള BJP MP സംബിത് പത്ര ചർച്ചകൾക്കായി മണിപ്പൂരിൽ തന്നെ തുടരുകയാണ്. സമവായം അകലെയാണെങ്കിൽ 3 മാസത്തേക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. ഇതിനുള്ളിൽ കുക്കി സംഘടനകളുമായി ധാരണയിലെത്താൻ കേന്ദ്ര ശ്രമമുണ്ടാകും. എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോഴേക്കും കുക്കി സമുദായത്തെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് BJP നോക്കുന്നത്. എന്നാൽ ബീരേൻ സിംഗിന്റെ രാജി കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നും പ്രത്യേക ഭരണകൂടം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കുക്കി സംഘടനകൾ അറിയിച്ചിരിക്കുന്നു. മണിപ്പൂർ കത്തുമ്പോഴും ബീരേൻ സിംഗിനെ പിന്തുണച്ച BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് അട്ടിമറി ഒഴിവാക്കാനുള്ള ഒരു നീക്കത്തിലാണ്. ബീരേൻ സിംഗിനെ പിന്തുണയ്ക്കുന്ന തീവ്ര മേത്തൈ വിഭാഗവും അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യതകളും ഏറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇംഫാലിൽ കേന്ദ്രസേനയുടെ സാന്നിധ്യം കൂടിയാണ് സ്ഥിതി നേരിടാനുള്ള വഴികൾ കേന്ദ്രം തേടുന്നത്. ഇതെല്ലാം നൽകുന്ന സൂചന എന്ന് പറയുന്നത് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുന്നു